2025 അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. മുൻ DGP TP സെൻകുമാറിനെ മുഖ്യ രക്ഷാധികാരിയായും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ സ്വാഗത സംഘം ചെയർമാനായും തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം നാഷണൽ ക്ലബ്ബ് മന്ന മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിലാണ് അടുത്ത വർഷത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചത്. മുൻ DGP TP സെൻകുമാർ മുഖ്യരക്ഷാധികാരിയായും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചെയർമാനുമായി 101 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. ജനൻ TV MDയും ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാനുമായ ചെങ്കൽ S രാജശേഖരൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ തൊഴിലവസരങ്ങൾ നമ്മൾ കൊടുക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംരക്ഷിക്കുവാൻ സാധിക്കും. ഇതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മളെ ഹിന്ദുവായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ നമ്മളുടെ കുട്ടികൾ ആ രീതിയിൽ വേണമെങ്കിൽ പഠിപ്പിക്കുവാനും അവരെ പോലെ ഇതെടുക്കണം. ഈ നാട്ടിൽ തന്നെയാണ് ലോകത്തിലുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നത്. നമ്മളെ കാണുന്ന തക്ഷശില ലോകം വന്ന് അഭ്യസിച്ച സ്ഥലമാണ്. ക്ഷേത്രങ്ങൾ ഭൗതിക പുരോഗതിയുടെ കേന്ദ്രങ്ങളായി മാറണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മുൻ DGP TP സെൻകുമാർ പറഞ്ഞു. ഓരോ ക്ഷേത്രങ്ങളും ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയുടെ മാത്രമല്ല ഭൗതികമായ പുരോഗതികളുടെ കൂടി കേന്ദ്രങ്ങളാക്കി മാറ്റിയാലേ നമ്മൾ കൂടുതൽ നന്നാക്കുകയുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമെങ്കിലും ഒന്ന് സനാതന ധർമ്മത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഉള്ള സംവിധാനം ഉണ്ടാകണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അനിൽ പരമേശ്വരൻ, KG വേണുഗോപാൽ, MS ഭുവനചന്ദ്രൻ, ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഹിന്ദുധർമ്മ പരിഷത്ത് നടത്തുന്ന ഹിന്ദു മഹാസമ്മേളനത്തിന്റെ 14ാമത്തെ സമ്മേളനം ഇവിടെ അതിന്റെ സ്വാഗത സംഘം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആളുകളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ വർഷത്തെ ഹിന്ദു മഹാസമ്മേളനം നടപ്പാക്കേണ്ടത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട M സംഗീത് കുമാറിനെ യോഗത്തിൽ ആദരിച്ചു. അദ്ദേഹത്തിന് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ മൊമെന്റം നൽകുന്നതിന് വേണ്ടി ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാൻ ശ്രീ രാജശേഖരൻ അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജനം, തിരുവനന്തപുരം.